ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും മാർക്കറ്റിൽ ഒരു സൈഡ് വേ റാലി ആയിരുന്നു ഇന്ന് കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 58 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിനും, സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 224 പോയിൻറ്റ്സിനടുത്തുള്ള ഒരു ഗെയിനും, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 148 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഗെയിനുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിവിസ് ലബോറട്ടറീസ്, HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഇൻഡസിൻഡ് ബാങ്ക് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് എടുക്കുമ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിൻ കൊടുത്തത്. മീഡിയ, PSU ബാങ്ക്, മെറ്റൽ ഇവർ ഇന്ന് ടോപ്പ് ലോസേഴ്സായിട്ടും നിന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്നും കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു സൈഡ് വേയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹയർ ഹൈയിലേക്ക് പോകുന്നതോറും മാർക്കറ്റ് വളരെ ഇൻഡിസിസീവായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ കോഷ്യസ് ആയിട്ട് മാറുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് ഒരു വിട്ടുകൊടുക്കുന്ന ഒരു ടെൻഡൻസി ഇതുവരെ കാണുന്നില്ല, ഒരു കറക്ഷനുള്ള ടെൻഡൻസി നമുക്ക് ഇതുവരെയും കാണുന്നില്ല. എന്നിരുന്നാലും ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ വീണ്ടും ഒരു ഇൻഡിസിസീവ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു റാലിക്കുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ഇനിയുമില്ല. വളരെ സ്മോൾ ബോഡിയിട്ടുള്ളൊരു പാറ്റേൺ, ഒരു സ്പിന്നിങ് ടോപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 13,800 എന്ന് പറഞ്ഞൊരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ് എല്ലാവരും തന്നെ ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു പക്ഷേ അടുത്തൊരു റാലി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റിൽ ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഒരു റാലി ഒരു പക്ഷേ നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമ്മൾക്കിപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ, അതായത് 13,670 ആ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു അടുത്തൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റിൽ. അതല്ല, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു റിവേഴ്സലിനുള്ളൊരു സാധ്യതകൾ അല്ലെങ്കിൽ ഒരു കറക്ഷനുള്ളൊരു സാധ്യതകൾ നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഇൻഡിസിസീവ് അല്ലെങ്കിൽ ഒരു സൈഡ് വേ റാലികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റം വീണ്ടും ഫ്ലാറ്റൻ ആവുന്നതാണ് കാണുന്നത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും. അപ്പോൾ വീണ്ടും ഒരു ഇൻഡിസിസീവായിട്ടുള്ള ഒരു ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് 30,600 മുകളിൽ വീണ്ടും ഹോൾഡ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ഹോൾഡിംഗ് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്കൊരു അപ്പ് മൂവുകൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതല്ല, വീണ്ടും ഒരു കറക്ഷൻ നടന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് 30,200 റേഞ്ചുകളായിരിക്കും ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ US ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഒരു പോസിറ്റീവിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പോസിറ്റീവാണ് എന്നതിലൊരു സൈഡ് വേ റാലികളാണ് കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ട്രേഡുകൾ കണ്ടുവരുന്നു. SGX നിഫ്റ്റി ഒരു സൈഡ് വേയിൽ അല്ലെങ്കിൽ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഗെയിനോടുകൂടി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലും മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 73.6 ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ വീണ്ടും FII മാർക്കറ്റിന് പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് പർച്ചേസാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 2,355 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ വിത്ഡ്രോവൽ തുടരുന്നു. 2,495 കോടിക്ക് അടുത്തുള്ള ഒരു വിത്ഡ്രോവൽ ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോസിറ്റീവായിട്ടാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് എല്ലാം ഒരു സൈഡ് വേ റാലിക്കുള്ള സൂചനകളും തരുന്നുണ്ട്. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റിയും കൂടി ഒന്ന് ട്രാക്ക് ചെയ്യുക ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടായിട്ട്. ഇനി അടുത്തിട്ട് നമ്മൾ സ്റ്റോക്കുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നാളത്തേക്ക് ഒരു ട്രേഡിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ്, അത് നല്ല വോളിയത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവർക്കൊരു ഗുഡ് ന്യൂസും ഉണ്ടായിരുന്നു. അവരൊരു എക്ദം എന്ന് പറഞ്ഞ ബിരിയാണി ബ്രാൻഡ് ഓപ്പൺ ചെയ്തതിൻ്റെ, അപ്പോൾ അതിൻ്റെ ഒരു മൂവും കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ. അപ്പോൾ നാളെ ഒന്ന് ട്രാക്ക് ചെയ്യുക, ഒരുപക്ഷേ ഈ ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനെ തുടർന്ന്. ഇനി അതേപോലെ തന്നെ ക്രോംപ്ടൺ ഗ്രീവ്സ് ഈ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിലും നല്ലൊരു വോളിയൊക്കെ കാണുന്നുണ്ട്. ബർജർ പെയിൻറ്റ്സ് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു 2 മടങ്ങിനടുത്തുള്ളൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഹാവൽസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഈ ഒരു ബുള്ളിഷ് സിഗ്നലാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റം കുറഞ്ഞതായിട്ട് കാണുന്നു. എന്നിരുന്നാലും നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഏകദേശം 924 മുകളിലൊക്കെ നമുക്ക് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ അടുത്ത എൻട്രികൾ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. അപ്പോൾ നാളത്തെ വരും ദിവസങ്ങളിൽ മൂവൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു അപ്പ് മൂവ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഗുഡ് ന്യൂസിന് ശേഷം അവർ തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു അപ്പ് മൂവിലേക്ക് വരുന്നു എന്ന രീതിയിൽ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. ഇനി ദീപക് നൈട്രൈറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു റാലി കണ്ടുവരുന്നുണ്ട്.
അപ്പോൾ നിങ്ങളൊരു ഫ്രഷ് എൻട്രികൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എൻട്രികൾ എടുക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിരുന്നാലും RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നമ്മൾക്ക് ഒരു കറക്ഷന് ശേഷം വീണ്ടും ഒരു അപ്മൂവ് കണ്ടുവരുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകളായിരിക്കും നമ്മൾക്ക് അടുത്ത എൻട്രികൾക്കുള്ള സാധ്യതകൾ കാണിച്ചു തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 2512-15 വരെയുള്ള റാലി നമ്മൾക്ക് അപ്പോളോ ഹോസ്പിറ്റലിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. എന്നിരുന്നാലും നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ക്യാൻഡിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്ന് എൻഡ് ആയിട്ടില്ല. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു ഫോർമേഷനാണ് ഉള്ളത്. അപ്പോൾ റിവേഴ്സലിൻ്റെ സൂചനകൾ തരുന്നു, കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത ഫ്രഷ് എൻട്രികളൊക്കെ നമ്മൾക്ക് അതിൽ നിന്നും ഇനിയൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുക. അതല്ല വരും ദിവസങ്ങൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കറക്ഷനുള്ള സാധ്യതകൾ ടൈറ്റാനിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനോട് ആലോചിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഹോൾഡിങ്ങിൽ തുടരാം. ഫ്രഷ് എൻട്രികളൊക്കെ ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി NTPCനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ടായിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സെല്ലിങ്ങിൻ്റെ ഒരു കൺഫർമേഷൻ ഏകദേശം ആവുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ മോഡൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ ഏകദേശം 102 വരെയുള്ള ഒരു കറക്ഷനുള്ള സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 101-102 റേഞ്ച് വരെയുള്ള കറക്ഷൻ. അപ്പോൾ ആ ഒരു അവിടെ ടച്ച് ചെയ്ത് ഇപ്പോൾ അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കറക്ഷൻ വരുന്നു, പിന്നീട് ഒരു കറക്ഷൻ വരുന്നു, പിന്നീട് ഒരു കറക്ഷൻ വരുന്നു, പിന്നെ അപ്പ് മൂവ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത എൻട്രികൾ ഏകദേശം 102-ന് നമുക്ക് എൻട്രികൾ കൊടുക്കാം. അപ്പോൾ ആ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി UPLനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് സിഗ്നൽ പറഞ്ഞായിരുന്നു. എന്നിരുന്നാലും ഇന്നൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഒരു റിവേഴ്സലിനുള്ള സൂചനകൾ തരുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൺഫർമേഷൻ ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. LIC ഹൗസിംഗ് ഫിനാൻസിലും വീണ്ടും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ, പക്ഷേ ആ ഒരു ഇന്നലത്തെ പാറ്റേണിൻ്റെ അതേ റേഞ്ചിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് കൺഫർമേഷൻ ആയിട്ടില്ല. ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം സെല്ലിങ്ങിനെ കുറിച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ITCനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽ ആണ് പ്ലോട്ടായിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ തുടരുന്നു ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 209-210 റേഞ്ചുകളിൽ നമുക്കൊരു സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആലോചിക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു റേഞ്ചിനെ ബഹുമാനിക്കുന്ന, ഈ റേഞ്ചിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വരുന്ന ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ ഇവർ അടുത്ത മൂവുകൾ എങ്ങോട്ടേക്കാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫ്രഷ് എൻട്രികളൊക്കെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ എടുക്കുക. എന്നിരുന്നാലും നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിനാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. 189 റേഞ്ചിലാണ് റെസിസ്റ്റൻസുകൾ ഈ ഒരു സ്റ്റോക്കിന് നിലനിൽക്കുന്നത്. സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു സെല്ലിംഗ് കൺഫർമേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റിലാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ആലോചിക്കാമെന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ പുറവൻകര വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ മെമ്പറായ IFC-യുമായിട്ടൊരു ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് 4 റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇവർ ഉദ്ദേശിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കൊച്ചി, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഇത് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പുറവൻകരയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് കാണപ്പെടുന്നു. ഇനി സുബെക്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ടെലിഫോണിക്കയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ROCയുടെ ലേറ്റസ്റ്റ് വെർഷൻ, ROC ഫ്രോഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ജുബിലൻ ഫുഡ് വർക്ക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു ഗുഡ് ന്യൂസ്. അവർ എഗ്ദം എന്ന പേരിൽ ബിരിയാണി ബ്രാൻഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടാറ്റ മാർക്കോ പോളോ, അപ്പോൾ ഇവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ അവർ റിമൈനിങ് ആയിട്ടുള്ള 49% സ്റ്റേക്കും വാങ്ങാൻ പോകുന്നതായിട്ട് അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേക്കുകൾ വാങ്ങുന്നതോടുകൂടി ഇപ്പോൾ ടാറ്റ മാർക്കോ പോളോ മോട്ടോഴ്സ് ലിമിറ്റഡ് ഇവരുടെ സബ്സിഡറി ആയിട്ട് മാറും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മിസ്സിസ് ബെക്ടേഴ്സിൻ്റെ IPO ഇന്ന് സബ്സ്ക്രിപ്ഷൻ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. 198 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു IPOയിൽ ഓവറോളായിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളും IPO അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റികൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ഒരുപക്ഷെ ലിസ്റ്റിംഗ് സമയത്തൊക്കെ നമുക്ക് ഒരുപക്ഷെ നല്ലൊരു ഗെയിനുള്ള സാധ്യതകൾ ഈ ഒരു IPOയിൽ കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വാർത്തകളിലേക്ക് വരുമ്പോൾ ICRA ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ വീണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2021 GDP -7.8% ആയിരിക്കും എന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2021 Q4 ആകുമ്പോഴത്തേക്കും റിസഷൻ്റെ ഒരു ഫേസൊക്കെ എൻഡ് ആവും, പോസിറ്റീവായിട്ടുള്ളൊരു GDP റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ Q4 ഫിനാൻഷ്യൽ ഇയർ 2021 Q4 ഏകദേശം 1.3% GDP ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിച്ച് റേറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊരു അപ്ഡേറ്റുകൾ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ ഓട്ടോമൊബൈൽ കമ്പനികൾ, പ്രധാനമായിട്ടും മാരുതി ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇവർ ജനുവരി മുതൽ ഈ ഒരു വണ്ടികളുടെ ഓരോ ബ്രാൻഡുകളുടെയൊക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രൈസ് ഹൈക്ക് വരുമ്പോൾ ഇത് ഇവരുടെ ഡിമാൻഡിലുള്ള റിക്കവറി, അപ്പോൾ കൂടുതൽ മാർക്കറ്റിലുള്ള ഡിമാൻഡുകളൊക്കെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിമാൻഡിലുള്ള റിക്കവറി വീണ്ടും സ്ലോ ഡൗൺ ചെയ്യും എന്ന രീതിയിലാണ് ഇവരുടെ കമൻറ്ററികളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ NMDCയെ സംബന്ധിച്ചിടത്തോളം അവർ ഷെയർ ബൈബാക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 31 ഈ ഒരു ഷെയർ ബൈബാക്ക് എൻഡാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബൈബാക്ക് ആരംഭിച്ചത് ഇന്ന് ഇവർക്കൊരു ഗുണകരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ മജസ്കോ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കമ്പനി ഏകദേശം 974 രൂപ ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രൈസ് വീണ്ടും ഫോളോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 960-70 താഴേക്കൊക്കെ ഇന്ന് ഈ ഒരു പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു മൂവുകളൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എൻട്രികൾ കൊടുക്കുന്നത് ആലോചിക്കുക. അപ്പം ഇതിനു മുൻപ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഈ ഒരു യൂട്യൂബിൽ കമൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ബിസിനസ്സുകളൊക്കെ അവർ US ഒരു കമ്പനിക്ക് വിൽക്കാൻ പോകുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ന്യൂസ് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ഡേറ്റുകളാണോ വരുന്നത് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത, ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ ഇവർ 300 കോടിയുടെ IPO ആയിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കഴിഞ്ഞ മാർച്ചിൽ ഈ ഒരു IPO പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും മാർക്കറ്റിൽ നിന്നും അധികം റെസ്പോൺസ് കിട്ടാത്തതിനെ തുടർന്ന് അവർ വിത്ഡ്രോ ചെയ്യുകയായിരുന്നു ഈ ഒരു IPO. അപ്പോൾ അവർ വീണ്ടും IPO ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. 313 രൂപ മുതൽ 315 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മിനിമം 47 ഷെയർസിൻ്റെ ലോട്ടായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഡിസംബർ 21 മുതൽ 23 വരെയാണ് സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആവുക. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു IPO അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു IPOയിൽ നോക്കിക്കഴിഞ്ഞാൽ 85 കോടിയുടെ ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ 68 ലക്ഷത്തിന് മുകളിലുള്ള ഷെയർസിൻ്റെ ഓഫർ ഫോർ സെയിലുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ടോപ്പ് 5 മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഈ ഒരു ടോപ്പ് 5 പെടുന്നവരാണ് ഇവർ. അപ്പോൾ ഇവരുടെ RHP ഫയലൊക്കെ നിങ്ങൾ ഇവരുടെ സെബിയുടെ വെബ്സൈറ്റിലൊക്കെ പോവുക, അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ഇവരുടെ ബിസിനസ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡുകളൊക്കെ തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനാലിസിസ് ഒക്കെ നടത്തുക, കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് IPO ഈ ഒരു അനാലിസിസിന് ശേഷം ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 21 തീയതി മുതൽ 23 തീയതി വരെയുള്ള ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അനാലിസിസ് നടത്തുക, കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. അനാലിസിസിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രം എൻട്രികൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.